നോമ്പ് കാലം നമ്മുടെ പൂർവികന്മാർ വേർതിരിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന കാലമാണ്. 25 നോമ്പ് കർത്താവിൻ്റെ ജനനത്തെയൊക്കെ കൊണ്ടാടുന്ന നാളുകളാണ്, ദി അഡ്വെൻറ്റ് സീസൺ. ഈ 50 നോയമ്പ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. ഇതെല്ലാം നമ്മൾ കൊണ്ടാടുന്നത് എന്തിനു വേണ്ടിയാണ്? 2-3 മാർഗ്ഗങ്ങളിൽ. ഒന്ന്, വർജനത്തിലൂടെയാണ് നമ്മൾ നോമ്പ് ആചരിക്കുന്നത്. ഇറച്ചിയോ മീനോ ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ വിജയകരമായ നോയമ്പ് പൂർത്തിയാക്കി എന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിൽ തന്നെ പൂർണ്ണമല്ല. ഞാനിവിടെ ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോൾ, കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പിൽ ചെന്ന് ചോദിച്ചു, എന്താ നോയമ്പ് കാരണം? അപ്പം ബുദ്ധിമാനായ ഒരു കുട്ടി പറഞ്ഞു, ഏറ്റവും ഇഷ്ടമായത് വേണ്ടാന്ന് വെക്കുക, അതാണ് ത്യാഗം. അതെന്താണെന്ന് അവരോട് തീരുമാനിക്കും. ഇപ്പം ത്യജിക്കുക, ഈ നോയമ്പിൽ ത്യജിക്കുക, അത് നമ്മുടെ ഒരു ഒബ്സർവേഷനാണ്. എന്നാൽ അതുകൊണ്ട് മാത്രമായോ നമ്മുടെ ആരാധന? 50 ദിവസത്തെ ആരാധന പല പള്ളികളിലുണ്ട്. പാതി നോയമ്പ് മുതൽ പ്രത്യേക ആരാധന നമ്മുടെ പള്ളികളിലുണ്ട്. നിർബന്ധമായും പാഷൻ വീക്കിൽ നമുക്ക് ആരാധനയുണ്ട്. അപ്പോൾ ഈ ത്യജിക്കലിലൂടെ ആകാം, ആരാധനയിലൂടെ ആകാം. വാട്ട് ഈസ് ദ പർപ്പസ്? ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ വേദനകളോട് നമ്മൾ താതാത്മ്യപ്പെടുകയാണ്. ഈ നോമ്പിൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്, ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് ഉപവാസത്തിലൂടെ ആകാം, അത് കുമ്പടിയിലൂടെ ആകാം, അത് മറ്റ് ചില ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാകാം. എന്തിനു വേണ്ടിയാണ്? ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സോ ദാറ്റ് വി ഗ്രോ മോർ ആൻഡ് മോർ ക്ലോസർ ടു ഗോഡ്. ദൈവത്തോട് കൂടുതൽ അടുക്കണം. ഈ വർഷത്തെ നോമ്പാചരണത്തിലൂടെ നമുക്ക് സാധിക്കേണ്ടത്, ഉയർപ്പ് ഞായറാഴ്ച കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, വി ആർ മോർ ക്ലോസർ ടു ഗോഡ്. നോട്ട് ഓൺലി വി ആർ മോർ ക്ലോസർ ടു ഗോഡ്, വി ആർ മോർ ക്ലോസർ ടു അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മുടെ സമസൃഷ്ടികളോട് എവിടെയെല്ലാം ഭിന്നതകൾ, എവിടെയെല്ലാം ഇടർച്ചകൾ, അനുരഞ്ജനമാണ് നോയമ്പിൻ്റെ ലക്ഷ്യം. മാത്രമല്ല ദൈവത്തിൻ്റെ സർവ്വ സൃഷ്ടിയോടും നമ്മൾ കൂടുതൽ അടുക്കും. അങ്ങനെയൊക്കെ ഈ വർഷത്തെ നോമ്പ് അർത്ഥവത്തായി തീരുവാൻ ഞാൻ പറഞ്ഞുവല്ലോ. ബൈ ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് വി ബിക്കം മോർ ആൻഡ് മോർ ക്ലോസർ ടു ഗോഡ്. ഈ വർഷത്തെ നോമ്പാചരണത്തിലൂടെ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, സമസൃഷ്ടികളോട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തിൻ്റെ മൊത്തം സൃഷ്ടിയോട് കൂടുതൽ അടുക്കുവാൻ, ഒരു അനുരഞ്ജനം എല്ലാ തലങ്ങളിലും നമുക്ക് അനുഭവമായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുറന്നുള്ള ദിവസങ്ങളിലെ പീഡാനുഭവാഴ്ചയിലെ നമ്മുടെ ആരാധനകൾ അനുഗ്രഹകരമായി തീരട്ടെ. ഉയർപ്പിൻ്റെ എല്ലാ പ്രത്യാശയും സന്തോഷവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.